വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം ഒരു സൈഡിൽ ബെല്ലൈക്കണേ, അതിൽ ഓൾ വേണം ഞെക്കാൻ. പുതിയ പുതിയ വീഡിയോയുടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നമ്മളിവിടെ ഒരു പാത്രത്തിൽ 2.5 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ തന്നെ പൊടിച്ചോണ്ട് ഒരു അരിക്കോ ഒന്നും വേണ്ട ഗൈസ്. പിന്നെ നമ്മളൊരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബ്ലാക്ക് ഗോതമ്പ് പൊടിൻ്റെ ഉണ്ടാക്കുന്നതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഓന് ഗോതമ്പ് പൊടിൻ്റെ എന്തുണ്ടാക്കിയാലും വലിയ ഇഷ്ടമാണ് ഗായ്സ്. അതുകൊണ്ട് തന്നെ ഓന് അതെല്ലാം അങ്ങനത്തെ എല്ലാം അവൻ കഴിക്കും. ഗോതമ്പ് പൊടിൻ്റെ എന്തുണ്ടാക്കിയാലും അവൻ കഴിച്ചോളും ഗായ്സ്. നമ്മളതിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണ്. നമ്മൾ നല്ലോണം കുഴക്കുന്നുണ്ട് ഗായ്സ്. അതിലേക്ക് നമ്മൾ പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് ഗായ്സ്. അതിലേക്ക് നമ്മൾ പാകത്തിന് നമ്മൾ തൈര് ചേർക്കുന്നുണ്ട്. 1 ഗ്ലാസ് തൈര് ചേർക്കുന്നുണ്ട്. നമ്മൾ 1 ഗ്ലാസ് പാലും ചേർക്കുന്നുണ്ട് ഗായ്സ്. പിന്നെ നമ്മളൊരു സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി അതെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കണം ഗായ്സ്. നല്ലോണം നമ്മൾ കുഴക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഓയിൽ ചേർക്കുന്നുണ്ട് ഗൈസ്. സൺഫ്ലവർ ഓയിലാണ്. അതെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലോണം കുഴക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ബ്ലാക്ക് ചിക്കൻ കുറച്ച് എന്തെല്ലോ കുർത്തക്കേട് കളിക്കുന്നുണ്ട് ഗായ്സ്. അങ്ങനെ കുർത്തക്കേട് ഇപ്പം കുറച്ച് കൂടിയിട്ടുണ്ട് കളിക്കുന്നത്. എന്തിനെയോ പിടിക്കാൻ പോയതാണ്. അങ്ങനെ പിടിക്കാൻ പോയ ആള് പാറിപ്പോയി ഗായ്സ്. അങ്ങനെ നിരാശത്തോടെ മടങ്ങി വരുന്നുണ്ട് ഗായ്സ് ബ്ലാക്കി. പിന്നെ നമ്മൾ തേങ്ങ ഇരിക്കുന്നുണ്ട്. പിന്നെ അമ്മ തേങ്ങ ഉടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ തേങ്ങ ചേണ്ടുന്നുണ്ട്. പിന്നെ നമ്മൾ രാവിലെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചായ വെക്കുന്നുണ്ട് ഗായ്സ്. നമ്മൾ ആ ചായ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചീൻചട്ടിയിലേക്ക് ഓയിൽ ചേർക്കുന്നുണ്ട് ഗായ്സ്. നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ വേണം നമ്മൾ ഇത് പൊരിക്കാൻ. പിന്നെ നമ്മൾ ബ്ലാക്കിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അമ്മണി ബ്ലാക്കിയും സ്ലേറ്റിയും വന്നിട്ടുണ്ട് ഗായ്സ്. പിന്നെ നമ്മൾ ബട്ടൂരക്ക് പരത്തുന്നുണ്ട് ഗൈസ്. പരത്തിയതിന് ശേഷം നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല ചൂടായ ഓയിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്.
അങ്ങനെ നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് പൊക്കളയായിട്ട് പൊന്തി വരുന്നുണ്ട് ഗൈസ് നമ്മളെ ബട്ടൂര. അങ്ങനെ അമ്മ ചുട്ടെടുക്കുന്നുണ്ട് ഗൈസ്. ആ ബട്ടൂര അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല പൊക്കളയായിട്ട് പൊന്തി വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളെ മുഴുവൻ ബട്ടൂരയും ചുട്ടെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ പിന്നെ സെർവ് ചെയ്യുന്നു. 2 ഉള്ളി വെക്കുന്നുണ്ട്, 2 ബട്ടൂര വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ബട്ടൂര ആയതുകൊണ്ട് നമുക്ക് ചോള മസാല കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ സാധാ കള്ളക്ക വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഗൈസ്. നല്ല അടിപൊളി പാൽച്ചായയും ഉണ്ട്, കള്ളക്ക കറിയും ഉണ്ട്, ബട്ടൂരയും ഉണ്ട്, ഉള്ളിയും ഉണ്ട്. പിന്നെ നമ്മളെ അമ്മണി തിന്നുന്നുമുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂര റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബട്ടൂരേൻ്റെ ഉള്ളു കണ്ടോ ഗായ്സ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറഞ്ഞേ. ഓക്കെ ബൈ.